ഈ മാർച്ച് അവസാനം വരുമ്പോൾ നമ്മൾ മൈനസിലല്ല അവസാനിച്ചത്. യഥാർത്ഥത്തിൽ 4000 കോടി ക്യാഷ് എക്സ്ട്രാ വരും, ക്യാഷ് സർപ്ലസ് വരും, ബാലൻസ് വരുമെന്നാണ് നമ്മൾ കണക്കൂട്ടിയത്. 6000-ലധികം കോടി രൂപ കണക്കനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് സർപ്ലസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി എന്നാണല്ലോ പറയുക, പണം അത്യാവശ്യ ചെലവിനുള്ള പണമുണ്ട്. ആ തരത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്ഥിതി എന്നിരിക്കെ ശ്രീ എ കെ ആന്റണി പറഞ്ഞെന്താ? അദ്ദേഹം അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ ഭാഗമായി പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനമല്ല. പക്ഷേ പുതിയ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിനറിയാം അവർ 5 ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാരണ്ടി നടത്തണം ഉടനെ. ആ ഗ്യാരണ്ടി നടത്താൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ട് വരുമെന്നാണ് ഭയം. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ഒരു അടിയാണ്, ഇതൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൈപ്പിന്നീര് ജനങ്ങൾ കുടിച്ചോട്ടെ, നിങ്ങളിതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ഒരു ജനാധിപത്യം ഇല്ലാത്ത സമീപനമാണ് ശ്രീ എ കെ ആന്റണി കാണിച്ചത്. കേരളത്തിൻ്റെ ഖജനാവ്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കാളും മെച്ചപ്പെട്ട തരത്തിലാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം. സംസ്ഥാനത്തിൻ്റെ കടം കൂടിപ്പോയേ എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. സംസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ വഴി കൂടെ നടക്കുമ്പോൾ ആളുകളെ പിടിച്ചതാ, ഇവരൊക്കെ ഇവിടെ ചുറ്റുപാടൊക്കെ ഉള്ളവരെ ഇനി വന്നേ നിങ്ങൾ ഇത്ര വരാനുണ്ടെന്ന് പറഞ്ഞ് പിടിക്കുന്നതാണല്ലോ കടക്കണി എന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാനങ്ങളുടെ കടം അങ്ങനല്ല വരുന്നത്. എന്നാലും ഞാൻ പറയാം, സംസ്ഥാനത്തിൻ്റെ എങ്ങനെയാണ് കടത്തിൻ്റെ സ്ഥിതി? നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ആളുകളോട് പറയുക, ഇവിടെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, അതുകൊണ്ട് കയ്പുനീര് കുടിക്കാനായിട്ട് നിങ്ങളെല്ലാം തയ്യാറാവണം. കാരണം ഈ 5 വർഷക്കാലം ശമ്പളം കിട്ടത്തില്ലെന്നാണ് ആളുകൾ ധരിച്ചത്, മറ്റ് സ്റ്റേറ്റ് പോലെ ആവുമെന്ന് ധരിച്ചു. അതെല്ലാം നടന്നു. അത് കിട്ടിയ ആളുകളുടെ അടുത്ത് പറയാം, നിങ്ങളെ ഇവർ എന്തോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് ശ്രീ എ കെ ആന്റണി അല്ല ആര് പറഞ്ഞാലും അതൊന്നും ആൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. 2001 അല്ല 2026 എന്ന് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഏറ്റവും പ്രധാനമായി പറഞ്ഞു കേട്ടിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കേരളത്തിലെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നുള്ളതാണ്. ഏകദേശം അതിനോട് ചേർന്ന് വരുന്നൊരു പ്രസ്താവനയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ എ കെ ആന്റണിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിയെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന് സമയം കൊടുക്കണം, കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ പോകില്ല, ചിലപ്പോൾ കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരുമെന്നുള്ളത്. ശ്രീമാൻ ആന്റണിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനത്തെ ഒരു നീക്കം നടത്തിയിരുന്നു. എന്താണ് ഇപ്പോൾ ശ്രീമാൻ ആന്റണി ഇത്രയധികം ശ്രീ സതീശന് വേണ്ടിയിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ മാത്രം കേരള ഖജനാവിൻ്റെ അവസ്ഥ അത്ര മോശമാണോ? കേരളത്തിലെ ഖജനാവിൻ്റെ അവസ്ഥ കുറച്ചു കാലമായിട്ട് ഇവർ പറയുന്നുണ്ട്, കേരളത്തിൽ വലിയ കടക്കണിയാണ്, വലിയ പ്രശ്നമാണ്. ഇത് ഇപ്പോഴല്ല, കുറേ കാലമായിട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇടതുപക്ഷം ക്ഷേമപ്രവർത്തനം നടത്താറുണ്ട്, വികസന പ്രവർത്തനം നന്നായി നടത്താറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയധികം പണം ഇടതുപക്ഷ ഗവൺമെൻറ്റുകളിരിക്കുമ്പോൾ ചിലവാക്കുന്നത് കടമെടുത്തിട്ടാണ്, അതുകൊണ്ട് കടക്കണിയാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കടമൊന്നും എടുക്കാതെ ഞങ്ങളിതൊക്കെ ചുരുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഒരു മുൻകൂർ ജാമ്യം അതിലുണ്ട്. അതിനകത്ത് ശ്രീ എ കെ ആന്റണി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ നിഷ്കളങ്കമല്ല. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനകത്ത് അദ്ദേഹം അത്ര സജീവ പ്രവർത്തനമല്ല, വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾക്കൊന്നും അധികം പുറത്തു വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പലതും വേണ്ടത്ര മനസ്സിലാക്കുന്നില്ലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പെൻഡിങ് പേയ്മെൻ്റ് ഉണ്ടോ? പേയ്മെൻറ്റിൻ്റെ വലിയ ക്യൂ ഉണ്ടോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ധനകാര്യമന്ത്രിയായിട്ട് 5 വർഷമായി. ആ 5 വർഷം എന്ന് പറയുമ്പം സാധാരണ ഏത് ഗവൺമെൻറ്റിനേക്കാളും അധികം ഭരണമെടുത്താണ്. രണ്ടാമതൊരു ഗവൺമെൻറ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ LDF ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വരുവാണെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ കുഴപ്പമാണെന്ന് പറയാം. എന്നിട്ട് ആകെ പ്രശ്നത്തിലാക്കിപ്പോയി, അതുകൊണ്ട് നിങ്ങളൊക്കെ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് ശ്രീ എ കെ ആന്റണി പണ്ട് പറഞ്ഞതുപോലെ പറയാം. എനിക്കാണെങ്കിൽ തോമസ് ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രി. 1ാം പിണറായി സർക്കാർ, ആ സർക്കാരിൻ്റെ തുടർച്ചയാണ്. മന്ത്രിമാർ കുറച്ച് പേര് മാറിയെന്നല്ലാതെ നയവും ഗവൺമെൻറ്റും മുന്നണിയൊന്നും മാറിയില്ല. അപ്പോൾ ഏതൊരു ഗവൺമെൻറ്റും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും സാധാരണഗതിയിൽ. ആ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ശമ്പള പരിഷ്കരണം അടക്കം ഒറ്റ വർഷം കൊണ്ട് 30,000 കോടി രൂപയുടെ അധിക ചെലവ് വന്നിരുന്നു. ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും 30,000 കോടി രൂപയിലധികമാണ് ചെലവ്. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് 30,000 കോടി രൂപ ഒന്നും താങ്ങാനുള്ള ശേഷി സാധാരണഗതിയിൽ നമ്മുടെ കേരളം പോലും സംസ്ഥാനത്തിനില്ല. പക്ഷേ ആ ശമ്പള വർധനമായാലും ബാക്കി പേയ്മെൻറ്റുകളായാലും കോവിഡിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള വലിയ ദാരിദ്ര്യ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അത് മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ഇതെല്ലാം ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ തോതിലുള്ള വെട്ടിക്കുറയ്ക്കലുകൾ വന്നിരുന്നു. ഞാനതെല്ലാം ആവർത്തിച്ച് പറയുന്നില്ല. നമ്മൾ
GST നമുക്ക് കിട്ടുന്ന വിഹിതത്തിൽ വെട്ടിക്കുറവ് വന്നു, GST കോമ്പൻസേഷന് വെട്ടിക്കുറവ് വന്നു, ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് തീരുവന്ന നിയമമാണേലും കോമ്പൻസേഷൻ അവർ പറഞ്ഞ 5 വർഷക്കാലത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കത്തുള്ളൂ. 5 വർഷക്കാലം കഴിയുമ്പോഴേക്കും സംസ്ഥാനങ്ങളുടെ വരുമാനം പഴയ സ്ഥിതിയിൽ എത്തുമെന്ന് അവർ പറഞ്ഞു. എത്തിയില്ല. വലിയ തോതിൽ ഇപ്പം റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയും. 100 രൂപയുടെ സാധനം നിങ്ങൾ വിറ്റാൽ 14.5 രൂപയായിരുന്നു ടാക്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 11.5 ഇപ്പം 9 രൂപയെ താഴെയുള്ളൂ. ഇപ്പോൾ പലതവണ അവർ വെട്ടിക്കുറച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ 14 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 9 രൂപയെ കിട്ടുന്നുള്ളൂ. ആ വെട്ടിക്കുറവ് വന്നു. പിന്നീട് ബോറോയിങ് വെട്ടിക്കുറച്ചു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ വെട്ടിക്കുറച്ചു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുമ്പ് എടുത്തിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് എടുത്തിരുന്ന സമയത്ത് ഇതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതെടുത്ത ലോൺ ഉൾപ്പെടെ നമ്മുടെ ദൈനംദിന ചെലവുകളിൽ നിന്ന് വെട്ടിക്കുറച്ചു. ഇതെല്ലാം വന്നിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശമ്പളം കിട്ടിയില്ല, കോൺട്രാക്ടർമാരുടെ പേയ്മെൻറ്റ് കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ 5 വർഷക്കാലം ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ ക്രൈസിസ് വരേണ്ടതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടെ എല്ലാ മേഖലയിലും നല്ല സ്പെൻഡിങ് ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ നാട്ടിലെ റോഡും പാലവും എല്ലാം നന്നായി വന്നത്. KSRTCക്ക് ശമ്പളം മാസം തോറും കൃത്യമായി കിട്ടുമായിരുന്നില്ല. പെൻഷൻകാരുടെ ഗതി വളരെ ബുദ്ധിമുട്ടായിരുന്നു. പെൻഷൻകാർക്ക് ഒരു മാസം KSRTC പെൻഷൻകാർക്ക് 74 കോടി 75 കോടി രൂപ ഒരു മാസം പ്രത്യേകമായി അനുവദിച്ച് ആ കാര്യങ്ങൾ കൊടുത്ത് അവരുടെ മാസം കൃത്യമായി കൊടുക്കുന്ന സ്ഥിതി വന്നു. ശമ്പളം കിട്ടുന്നവരുടെ ശമ്പളം സർക്കാർ 50 കോടി രൂപ, ആകെ 80 കോടി രൂപയുള്ളതിൽ 80 കോടി രൂപയിൽ 50 കോടി രൂപയും സംസ്ഥാന സർക്കാരാണ് അവർക്ക് വേണ്ടി മാസം KSRTC ബസ്സിൻ്റെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഉൾപ്പെടെ അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ആ വരുമാനം കിട്ടുന്നില്ല. ഇങ്ങനെല്ലാം ചെയ്തു പോയിട്ട് ഇതുവരെ ഈ മാർച്ച് അവസാനം വരുമ്പോൾ നമ്മൾ മൈനസിലല്ല അവസാനിച്ചത്. യഥാർത്ഥത്തിൽ 4000 കോടി ക്യാഷ് എക്സ്ട്രാ വരും, ക്യാഷ് സർപ്ലസ് വരും, ബാലൻസ് വരുമെന്നാണ് നമ്മൾ കണക്കൂട്ടിയത്. 6000-ലധികം കോടി രൂപ കണക്കനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് സർപ്ലസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ലിക്വിഡിറ്റി എന്നാണല്ലോ പറയുക, പണം അത്യാവശ്യ ചെലവിനുള്ള പണമുണ്ട്. ആ തരത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്ഥിതി എന്നിരിക്കെ ശ്രീ A.K. പറഞ്ഞെന്താ, അദ്ദേഹം അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ ഭാഗമായി പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനമല്ല. പക്ഷേ പുതിയ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിനറിയാം അവർ 5 ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാരണ്ടി നടത്തണം ഉടനെ. ആ ഗ്യാരണ്ടി നടത്താൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ട് വരുമെന്നാണ് ഭയം. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ഒരു അടിയാണ്, ഇതൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൈപ്പിന്നീര് ജനങ്ങൾ കുടിച്ചോട്ടെ, നിങ്ങളിതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ഒരു ജനാധിപത്യം ഇല്ലാത്ത സമീപനമാണ് ശ്രീ A.K. കാണിച്ചത്. ഞാനങ്ങനെ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് സംശയങ്ങളൊക്കെ തീർക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ കണക്കും പുസ്തകവും ബുക്കുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലാം. ഈ കണക്കുകളെന്ന് ഞാൻ CNDC പറഞ്ഞതും അതുപോലെ റിസർവ് ബാങ്കിൻ്റെ കണക്കുകളും ഗവൺമെൻറ്റിൻ്റെ കണക്ക്, ഇപ്പം ഞാൻ മന്ത്രിയായിരുന്ന ആളെന്ന നിലയിൽ എൻ്റെ കയ്യിലല്ലല്ലോ കണക്ക്, സർക്കാരിൻ്റെ ആണല്ലോ കണക്ക്. ഇത് നല്ലപോലെ മനസ്സിലാക്കുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹം നല്ല പോലെ പാർലമെൻ്ററിയിൽ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയാണിപ്പോൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണ്. ധനകാര്യ കാര്യങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ഖജനാവിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് 5 ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞത്. ആശാ വർക്കേഴ്സിൻ്റെ ഉൾപ്പെടെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. പിന്നെ അതല്ല അല്ലാതെ മറ്റുള്ള പുള്ളി വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഖജനാവ് പിന്നെ കാലിയാണ്, പക്ഷേ ഞങ്ങൾ ഖജനാവ് നിറയ്ക്കാനുള്ള പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനെ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നുള്ളത്. നിങ്ങൾ അങ്ങനെയൊന്നും പെട്ടെന്ന് മന്ത്രവും മായൊന്നും വെച്ചിട്ട് മന്ത്രമായല്ല അദ്ദേഹം പറഞ്ഞത് മറ്റേ പൂവിൽ നിന്ന് ചാണക്യൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഞാനിപ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഗവൺമെൻറ്റിനെ എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ 2ാം ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് തുടർച്ച വന്നത്. 3ാമതൊരു ഗവൺമെൻറ് കൂടി വരുമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. എന്നുവെച്ചാൽ അങ്ങനെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും വലിയ ഗുണം ഓർക്കെന്താ വന്നത്, കഴിഞ്ഞ തവണ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരേണ്ട ടാക്സിൻ്റെ നമ്മുടെ വിഹിതത്തിനകത്ത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും വലിയ കുറവ് വന്നിരുന്നു. അത് 100 രൂപ നമുക്ക് ആകെ ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തുക 1.92 നേരത്തെ അത് 3.82 പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് 1.92 കുറഞ്ഞപ്പോൾ നമുക്ക് വലിയ വെട്ടിക്കുറവ് വന്നു. ഈ വർഷം ഫിനാൻസ് കമ്മീഷൻ്റെ പഠനങ്ങളെല്ലാം വന്നപ്പോൾ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെട്ടു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് സന്തോഷത്തോട് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട എക്കണോമിക് സാമ്പത്തിക വിദഗ്ധന്മാർ, നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെല്ലാം ഇടപെട്ടു. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിരുന്നു. എന്തായാലും ധനകാര്യ കമ്മീഷൻ അവാർഡ് വന്നു. ഏപ്രിൽ 1-ാം തീയതി മുതൽ നമുക്ക് അത് 2.38 ആയിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നതിനേക്കാളും 10,000 കോടി രൂപ അധികം ഫിനാൻസ് കമ്മീഷൻ ഇനത്തിൽ മാത്രം കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞു 10,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ 27,000 കോടി കിട്ടുന്നത് 37,000 കോടിയാവുക. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ബാക്കി മറ്റ് മേഖലയിലൊക്കെ വരുവാനുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാക്സ് വർധനല്ലേ, ഈ ഏപ്രിൽ മാസത്തെ ടാക്സ് GST വരുമാനത്തിൽ ഏറ്റവും മുന്നേ നിൽക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഗ്രോത്തിൽ. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും ഒരു ഗവൺമെൻറ് കൂടി ഇടതുപക്ഷം വന്നാൽ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളത് വെച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ പൂച്ച വെച്ച് കിടക്കുകയാണെന്നുള്ള എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കിടക്കരുത്. അത് രേഖകൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. സഭയ്ക്കകത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, UDF-നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റ് സെഷൻ ഉൾപ്പെടെ അവർ ഒഴിവാക്കുകയാണ് ചെയ്ത്. ബഡ്ജറ്റ് സെഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇല്ലാത്ത കാര്യം പറയരുത്. ഈ ഇരുട്ടുമുറിയിൽ പിന്നെ ഇത് തപ്പുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യരുത്. ഉള്ള കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ ആളുകളെ മൊത്തം അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് പറയരുത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ A. K. ആന്റണിയാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അദ്ദേഹം പണ്ട് വന്നു, അദ്ദേഹം എന്ന് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, വണ്ടിക്കൂലിക്ക് KPCC പൈസ തരണമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് പഴയ കഥകൾ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലൊന്നുമില്ല. ഈ ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഒരു പോരായ്മയും കേരളത്തിൽ വന്നില്ല. കാരണം ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്ന നിലയിലാണ്, വ്യക്തിപരമായ എൻ്റെ ഉത്തരവാദിത്വമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ LDF ആയതുകൊണ്ടല്ല. കേരളത്തിൻ്റെ ഖജനാവ്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയേക്കാളും മെച്ചപ്പെട്ട തരത്തിലാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം. ഞാനിത് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളെ ഇപ്പോൾ ഉള്ളത്, ഇൻക്ലൂഡിങ് കേരളം, ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക. ഈ 3 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളാണ്, തെലുങ്കാനയും കർണാടകയും. കാരണം ഒരു പ്രൊഡക്ഷൻ ബേസ് ഉള്ളതാണ്. ഇപ്പോൾ ഹൈദരാബാദും ബാംഗ്ലൂരും ഈ 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണല്ലോ. അവർക്ക് ഒത്തിരി പ്രൊഡക്ഷനുണ്ട്, പിന്നെ ധാരാളം എംപ്ലോയ്മെൻ്റ് ഉണ്ട്, സർവീസസ് ഉണ്ട്. ആ 2 സംസ്ഥാനങ്ങൾക്കും ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടായിപ്പം. ഏപ്രിൽ മാസത്തിലെ ശമ്പളം കർണാടകത്തിൽ 2 ആഴ്ചയായിട്ട് പോലും കൊടുത്തില്ലായിരുന്നു. ലേറ്റസ്റ്റ് പൊസിഷൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വലിയ ക്രൈസിസാണ്. തെലുങ്കാനയിലാണെങ്കിൽ പെൻഷൻ ആവുന്നവരുടെ പെൻഷൻ ബെനിഫിറ്റ് 2 വർഷമായിട്ട് കൊടുക്കുന്നില്ല. ക്യാറ്റ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അടുത്ത് പോയിട്ട് ആളുകൾ പോയി കേസ് നടത്തിയിട്ട് പൈസയ്ക്ക് ഓർഡർ ഇടുന്നു, ഹൈക്കോടതി പോന്നു. ഈ 2 സംസ്ഥാനങ്ങളുടെ സ്ഥിതിയാണ്. ഹിമാചൽ പ്രദേശിൻ്റെ സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 30% ശമ്പളം കട്ട് ചെയ്തു. മുഖ്യമന്ത്രി മുതൽ എല്ലാ സീനിയർ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം കട്ട് ചെയ്തു. മുഖ്യമന്ത്രി നമ്മുടെ ഡൽഹിയിലേക്ക് പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ടു. ഞാൻ ആ സമയത്ത് കുറച്ചാൾ മുമ്പാണ്. ഞാൻ പറഞ്ഞു കേരളത്തിന് ഹിമാചൽ പ്രദേശിനോട് ഐക്യദാർഢ്യമുണ്ട്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനം ഏത് സംസ്ഥാനം ഏത് പാർട്ടി ആയിക്കോട്ടെ അവരോട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ്റിനും ശക്തമായ രാഷ്ട്രീയ വിവേചനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അത്തരം നിലപാടുകൾക്കെതിരെ കേരളം എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ടാവും. അവരിതിനൊന്നും സഹകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം, ഞങ്ങളുണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വസ്തുതാതിരിക്കെ സ്വന്തം സംസ്ഥാനങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ശ്രീ A. K. ആന്റണിയെ പോലുള്ള ആളുകൾ ആരെയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ച് പേടിപ്പിക്കുന്നത്, ആരെയാണ് പറ്റിക്കുന്നത്? ഇങ്ങനെ അദ്ദേഹത്തിനൊക്കെ കിട്ടുന്ന റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ നേതാവായതുകൊണ്ടാണ്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ തയ്യാറാവേണ്ടത്. അദ്ദേഹം പറയട്ടെ ഹിമാചൽ പ്രദേശിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ഭരിക്കുന്ന തെലുങ്കാനയിൽ എന്താണ് കർണാടകത്തിൽ എന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ എന്ത് പറഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെയൊന്നും ആൾ വിശ്വസിക്കില്ല. കാരണം ഈ 5 വർഷക്കാലവും 10 വർഷക്കാലവും നേരിട്ട് ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണല്ലോ. ശ്രീ സതീശൻ്റെ ശുഭാപ്തി വിശ്വാസവും ആന്റണിയുടെ ഒരു പെസിമിസവും മുന്നറിയിപ്പും അത് തമ്മിൽ അങ്ങോട്ട് ജെല്ലാകുന്നില്ലല്ലോ. ശ്രീ സതീശൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞായിട്ട് ഞാനും കേട്ടിട്ടില്ല. അദ്ദേഹം ശ്രീ ആന്റണിയുടെ പിന്നെ ഈ കയ്പുനീര് അദ്ദേഹം ഏറ്റെടുത്തതായിട്ടും പിന്നെ പ്രതികരണമൊന്നും കണ്ടുമില്ല. വാക്കുകൾ പറയുമ്പം പിന്നെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഈ പഴയ മഹാഭാരത കഥയിലൊക്കെ ഈ ചൂത് കളിക്കുമ്പം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. ഒരു ഭരണകർത്താവ് പുതുതായിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നതിന് അപകടമുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി ചില ന്യായങ്ങളും ബുദ്ധികളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുമെന്ന് ശ്രീ ആന്റണിയെ പോലെ ഒരാൾക്ക് അറിയാം. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കർണാടകത്തിൻ്റെയും തെലുങ്കാനയുടെ അനുഭവം വെച്ചായിരിക്കും. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞതായിരിക്കും, നിങ്ങൾ ഇപ്പോഴേ ചാടിക്കയറി ഇങ്ങനെ ഈ 5 ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ പറയില്ല. അതിന് ഉടനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന് ന്യായം വേണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്
കേരളമാകെ പാപ്പരായി കിടക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സെൻട്രൽ ഭരിക്കുമ്പോഴും ഇപ്പോഴും ഒക്കെയുള്ള കണക്കുകളും കാര്യങ്ങളും എടുത്ത് നോക്കിയോ. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഫിസിക്കൽ കൺസോളിഡേഷൻ, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ടെന്നാണല്ലോ റിപ്പോർട്ടുകൾ. നിങ്ങളുടെ ഒരു അസംഷൻ അനുസരിച്ച് ഇപ്പം ഈ ഫിനാൻസ് കമ്മീഷൻ്റെ പുതിയ അവാർഡും നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടാക്കുന്ന ടാക്സ് കളക്ഷൻ്റെ ഒരു റെക്കോർഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാരണ്ടികൾ ഉറപ്പാക്കാൻ മാത്രമുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലുണ്ടാകുമോ? ന്യായമായിട്ട് അത് ചെയ്യാൻ പറ്റും? ന്യായമായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഗ്യാരണ്ടികൾക്ക് വളരെ സുരക്ഷിതമായി ഉറപ്പാക്കാനുള്ള പണം ഈ ഗ്രോപ്പ് വെച്ച് വരണമെന്നില്ല. കാരണം ഗ്യാരണ്ടികളുടെ ചിലവ് ഏതൊക്കെ അവരെടുക്കുന്നതെന്നുള്ളത് നോക്കണം. ഇപ്പം തന്നെ KSRTC ബസ്സിൽ സൗജന്യം, എല്ലാവർക്കും സൗജന്യം എന്ന് പറഞ്ഞാൽ KSRTCയിൽ ഇപ്പോൾ ശരാശരി ഒരു ദിവസം 8-9 കോടിയോ കളക്ഷൻ. പകുതി സ്ത്രീകൾ കുറവാണെങ്കിൽ ഒരു ദിവസം എത്ര വേണം? 4 കോടി വേണം എന്ന് വെച്ചു. അല്ല 4 × 360 1500 കോടി. അപ്പോൾ ഇപ്പോൾ KSRTCക്ക് ഒരു വർഷം 2000 കോടി വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ചില മാസങ്ങളിൽ, ശമ്പളത്തിനുൾപ്പെടെ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ അത്രയും കൂടെ കൊടുക്കണ്ടേ? അത് അപ്പോൾ അവർ കണ്ടീഷൻ വെച്ചിട്ട് ഇനി എന്താ ചെയ്യുന്നത് നീ അറിഞ്ഞില്ല. അപ്പോൾ ഇത് സാധാരണ ഗതി കണക്കാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടൊരു വർത്തമാനം ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പണ്ട് ഒരു ഉന്നതനായ അഖിലിൻ്റെ നേതാവ് പറഞ്ഞ പോലെ, ഈ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവ് പറഞ്ഞ പോലെ, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ മാനിഫെസ്റ്റോ ഒക്കെ BJP ഗഡ്കരിയാണെന്നാണ് എക്സാക്ട്ലി കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം KSRTCയുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പറഞ്ഞു. അതിൻ്റെ എന്താ കണക്ക് കൂട്ടി വരുമ്പോഴേ അറിയൂ. ഇതുപോലെ പല കാര്യങ്ങളും കണക്ക് കൂട്ടി വരുമ്പോഴാണ് അറിയുക. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ കടമ്പ കടന്നു പോകാൻ വേണ്ടി അങ്ങ് പറഞ്ഞു. ഇനിയുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗവൺമെൻറ് എന്ന നിലയിൽ കിട്ടിയതിനേക്കാളും ഒരു 25,000-30,000 കോടി രൂപ ഈ വർഷം ഇൻകം കൂടും. എല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ടാക്സ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ്, ഡിവിസി പൂള്, അതേപോലെ തന്നെ മറ്റ് ബോറോയിങ്ങിൻ്റെ സ്പേസ്, ഇതെല്ലാം കൂടെ വരുമ്പം 25,000-30,000 കോടി രൂപയാണ് വർദ്ധിക്കുന്നത്. അത് ഞാൻ പറയുന്ന ആ കണക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഞങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മേഖലയിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല അവരുടെ. അതെന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു ഗ്രാന്റ് ഉണ്ട്. അത് തന്നിട്ടില്ല ഈ പ്രാവശ്യം, ഒരു സ്റ്റേറ്റിനും കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ഈ 10,000 കോടി ഈ വർഷം കിട്ടുമ്പോൾ അടുത്ത വർഷങ്ങളിൽ കുറച്ചുകൂടി കൂടും. 10,000 എന്നുള്ള 12,000 ആവും, 15,000 ആവും. ഒരു 5th ഇയർ ആകുമ്പോഴേക്കും അതൊരു 20,000 കോടിക്ക് അടുത്ത് വരെ കിട്ടും. അപ്പോൾ ആ പെർസെൻറ്റേജ് ആണല്ലോ, ആ ഒരു ആനുകൂല്യം കിട്ടും. പക്ഷേ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ശമ്പള പരിഷ്കരണം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കി, പുതിയ ഓർഡർ ഇറക്കിയില്ല എന്ന് പറഞ്ഞു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചു. പക്ഷേ ശമ്പള പരിഷ്കരണം കൃത്യമായിട്ട് നടപ്പിലാക്കുമ്പം 2 കാര്യങ്ങൾ അതിനകത്ത് വരും. ഒന്ന്, അതുവരെയുള്ള എല്ലാ DA മെർജ് ചെയ്യും. പിന്നെ അതിന് വേണ്ടൊരു ഫിറ്റ്മെൻറ്റ് വരും. ഫിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ 3%, 5% ഒക്കെ വരാം. ഈ ഫിറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു. കാരണം 13%-ഓളമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ DA മെർജ് ചെയ്ത്, അല്ലെങ്കിൽ DA മെർജ് ചെയ്ത് DA കൊടുത്തത്. അതിന് മുമ്പത്തെ വർഷവും കൂടി ചേർത്തപ്പം എല്ലാ DAയും കൊടുത്ത് തീർത്തു. DAയും DR കൊടുത്തു. അപ്പോൾ ഒറ്റയടിക്ക് ഒരു 50,000 രൂപ 40,000 രൂപയൊക്കെ ശമ്പളത്തിൽ മാസം വർധന വന്നവരുണ്ട്. ഏറ്റവും ഉയർന്ന ശമ്പളം, ആ ശമ്പളം വർദ്ധിച്ചവർക്ക് കിട്ടി. പിന്നെ ഈ ഫിറ്റ്മെൻറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ 1-2 വർഷത്തെ കുറച്ച് ഓരോ വർഷം പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ചുള്ള DA DR കുടിശ്ശിക കൊടുക്കാറുണ്ട്. അത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് 8 ഗഡുവായി കൊടുക്കും. അതാണ് ആകെ ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് അവർക്കുള്ളത്. ശമ്പള പരിഷ്കരണത്തിൻ്റെ വേറെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന എല്ലാം കൂടെ വന്നാൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാളും 10,000, 8,000, 6,000 കോടി രൂപ ഒരു ശമ്പളം, ക്ഷേമ പെൻഷൻ എല്ലാം കൂടെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള തുകയുടെ അധികം ബാധ്യത വരത്തുള്ളൂ. അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പണം ഇപ്പോൾ തന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ള ബഡ്ജറ്റിനകത്തും ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനത്തിലുണ്ട്. പിന്നെ ബോറോയിങ് കൂടുന്നില്ല. അപ്പം കേരളം കടക്കടിയിലാണെന്ന് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം. അത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു നെറേറ്റീവ്, വളരെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു നെറേറ്റീവാണ്. ഞാനതിൻ്റെ ഒരു കണക്ക് പറയാം. കേരളം കടക്കടിയിലാണോ? ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ കടം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അതിനൊരു 20-25 വർഷക്കാലിലെ ഒരു കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഈ കണക്കാകുമ്പം സത്യസന്ധമായിട്ടുള്ള ഡേറ്റ കിട്ടുള്ള ആൾക്ക് 2001 പൊതുക്കടം ഞാൻ പറയുന്നത്. അതായത് സംസ്ഥാനം കടക്കണിയിലാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസ്ഥാനത്തിന്റെ കടം കൂടിപ്പോയേ എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. സംസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ വഴി കൂടെ നടക്കുമ്പോൾ ആളുകളെ പിടിച്ചതാ, ഇവരൊക്കെ ഇവിടെ ചുറ്റുപാടൊക്കെ ഉള്ളവരെ ഇനി വന്നേ നിങ്ങൾ ഇത്ര വരാനുണ്ടെന്ന് പറഞ്ഞ് പിടിക്കുന്നതാണല്ലോ കടക്കണി എന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാനങ്ങളുടെ കടം അങ്ങനല്ല വരുന്നത്. എന്നാലും ഞാൻ പറയാം സംസ്ഥാനത്തിന്റെ എങ്ങനെയാണ് കടത്തിന്റെ സ്ഥിതി. 2001 അന്നത്തെ ഗവൺമെന്റ് 2001 നയനാർ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ 24,000 കോടിയായിരുന്നു
സ്റ്റേറ്റിൻ്റെ ആകെ കടം. നമ്മൾ 24,000 തൊട്ടിപ്പോൾ വരെ പറയുമ്പം മണി വാല്യൂവിന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നൊരു ഡോളർ എന്ന് പറഞ്ഞാൽ 12 രൂപയായിരിക്കും, ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 100 രൂപയായി. അപ്പോൾ അങ്ങനെയും കൂടെ മണി വാല്യൂവിനകത്ത് വ്യത്യാസം വരും. എന്നാൽ 2001 24,000 കോടി രൂപയായിരുന്നു ഏകദേശം. 23,500 അടുത്തായിരുന്നു അന്നത്തെ ആകെ കടം. 2006 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് 2006 അത് 46,000 കോടിയായി, ഏകദേശം ഇരട്ടി. 2011 VS ഗവൺമെൻറ്റിൻ്റെ കാലം കഴിഞ്ഞപ്പം അത് 83,000 കോടിയായി. അതും ഏകദേശം ഇരട്ടിയാണ്, 95-100%. അതിനുശേഷം 2011 കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലാവധി 2016 കഴിഞ്ഞു. അപ്പോൾ അത് 1,62,000 കോടിയായി, നേരെ ഇരട്ടിയായി. അവിടുന്ന് 2021 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പം അത് 2,96,000 കോടി രൂപയെന്നാണ് എൻ്റെ കണക്ക്. 2,96,000 കോടി രൂപയോളമായി. അപ്പോൾ അത് ഏകദേശം ഇരട്ടിയായി. അത് കഴിഞ്ഞ് 2026 ഇപ്പോഴത്തെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊടുത്ത കണക്കനുസരിച്ച് 4,85,000 കോടി താഴെയാണ് വരിക. 4,85,000 എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിന് താഴെയാണല്ലോ ഒന്നാം, അല്ലെങ്കിൽ 2021 3,06,000 ലക്ഷം കോടി ആകുമെന്നാണല്ലോ എക്സ്പെക്ടേഷൻ. ഇവർ UDFിൻ്റെ നേതാക്കന്മാരും ചില സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞത് കേരളം 6 ലക്ഷം കോടി രൂപ കടക്കടലാണെന്നാണ്. 6 ലക്ഷം കോടി ആയില്ല, 4,80,000 85,000 കോടി ആയിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഘട്ടത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ് വലിയ തോതിലേക്ക് നമ്മുടെ കടത്തിൻ്റെ പിന്നെ നമ്മുടെ അനുവാദത്തിനൊക്കെ ലിമിറ്റ് ചെയ്തു. ഇപ്പോൾ കിഫ്ബി എടുത്തതും മറ്റും കെട്ടിക്കുറച്ചു. എടുക്കാൻ പറ്റാത്തത് കൊണ്ടുമുണ്ട്. കാരണം ചില കാര്യങ്ങൾ എടുക്കേണ്ടതാണ്, അത് കട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരേണ്ടതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ ബോറോയിങ്ങിന് പുറത്തുനിന്ന് എടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതും കയറി പിടിച്ചു. നേരത്തെ ട്രഷറിയിൽ നിങ്ങൾ പൈസ ഇട്ടാൽ, ഡെപ്പോസിറ്റ് ഇട്ടാൽ അത് കടത്തി വരത്തിലായിരുന്നു. ഇപ്പോൾ ട്രഷറിയിൽ വരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരും ഇട്ടാൽ അതും കടത്തി വരും. ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കടപരിധി കുറഞ്ഞു. ഇവർക്കും ബാധകമാണ്. പക്ഷേ ഇവർക്ക് ഇപ്പം 4,85,000 ഉള്ളൂ. 4 ലക്ഷം കോടി സാധാരണഗതിയിലാവേണ്ടത് 4,85,000 കോടിയായി. കാരണം 1,4 ലക്ഷം കോടിയോളം രൂപ ഒരു വർഷം ശരാശരി 25,000 കോടി രൂപ കുറവേണ്ടത് കിട്ടാതിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിന്നതെന്ന് നോക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഗവൺമെൻറ് അച്ചീവ്മെൻ്റ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 50 വർഷക്കാലത്തെ ഗവൺമെൻറ്റുകളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയാവുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ഏതെങ്കിലും മേജറായ ധനകാര്യ പ്രതിസന്ധി ഉണ്ടായില്ല എന്നുള്ളത് അഭിമാനകരമായ കാര്യം. പക്ഷേ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ ആരോഗ്യവും ബാധിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും ഈ ധനകാര്യ വകുപ്പ് മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ടാകുന്ന പ്രഷറുകളായിരിക്കും. അത്രയ്ക്ക് പ്രഷറാണ്. എന്തായാലും ഈ 5 വർഷക്കാലം അവസാനിച്ചപ്പോൾ ഞങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 2 ഗഡു പെൻഷനും കൂടി കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടാണ് നിന്നത്. ആകെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ DAയുടെ DRന്റെ കുടിശ്ശിക ഞങ്ങൾ വന്നപ്പോഴും 10-30,000 കോടി ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഗവൺമെൻറ്റും അങ്ങനെ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശിക വരുന്നത് പിന്നീട് കൊടുത്തു തീർക്കുകയെന്ന് അല്ലാതെ ഒരു ബാധ്യതയില്ല. ഈ 1 ലക്ഷം കോടി രൂപയുടെ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് നേതാക്കന്മാരെ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പണമുണ്ട്, ക്ഷേമനിധികൾക്ക് കൊടുക്കാനുള്ള പണമുണ്ട്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പണമുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിന് നിങ്ങളുടെ കാസ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ഇതൊക്കെ ശുദ്ധം അസത്യമാണ്, മര്യാദയില്ലായ്മയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തും പറയാമല്ലോ ആർക്കും. ഇപ്പോൾ കോൺട്രാക്ടർമാരുടെ പേയ്മെൻറ്റിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? ബിൽ ഡിസ്കൗണ്ടിങ് സ്കീമാണ്. 6 മാസം മുമ്പ് എനിക്കൊരു ബില്ലുണ്ടെങ്കിൽ ഞാൻ ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും. 6 മാസം കഴിഞ്ഞ് പണം കിട്ടും. അതിനകത്ത് 10% ഇൻട്രസ്റ്റ് ഉണ്ട്. ആ 10% ഇൻട്രസ്റ്റിൻ്റെ പകുതി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും, പകുതി കോൺട്രാക്ട് കൊടുക്കണം. 10% ഫോർ 1 ഇയർ ആണ്. 6 മന്ത്സ് ആകുമ്പം 5 അല്ലേ എഫക്റ്റീവ് ആവും. 2.5% അതിനകത്ത് ഈ ഡിസ്കൗണ്ടിങ് റേറ്റ് ഉണ്ട്. അത് കിട്ടുന്നതല്ലാതെ വലിയ ക്യൂ ഇല്ല. കോൺട്രാക്ടർമാരുടെ അങ്ങനെ വലിയൊരു പൈസ കിട്ടാനുണ്ടെന്നുള്ള പരാതിയില്ല. ചെറുകിട കോൺട്രാക്ടർമാർ പലതും അധികം വരില്ല, അവർക്ക് ലിമിറ്റ് വെച്ചാണ്, അവരുടെയും വലിയ പെൻഡിങ് ഇല്ല. ഇപ്പോൾ ഈ മാർച്ച് അവസാനം വന്ന ട്രഷറിയിലൊന്നും അങ്ങനെ വലിയ പെൻഡിങ് ഇല്ല. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ 6,000 കോടി രൂപ മിച്ചമുണ്ടെന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ കൊടുക്കാനുള്ളത് തീർത്ത് കഴിഞ്ഞ് നമ്മുടെ കൈ വന്ന ബില്ലുകൾ തീർത്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും കോൺട്രാക്ടർക്കോ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ബില്ലായി വന്നിട്ടില്ലെങ്കിൽ ട്രഷറി വരുന്നതാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്നത്. ട്രഷറി വന്നത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നില്ല. പിന്നെ ഹ്യൂജ് എമൗണ്ട് വരുന്ന കോൺട്രാക്ടേഴ്സിൻ്റെ ബിൽ ഡിസ്കൗണ്ടിങ് ആണ്. അതിനകത്തും ബിൽ ഡിസ്കൗണ്ടിങ് അങ്ങനെ പെൻഡിങ് ഇല്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പെൻഡിങ്ങുകളൊന്നും കിടക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ മിഷൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് പണം തരാത്തൊരു പ്രശ്നമുണ്ട്.
50% കേന്ദ്ര ഗവൺമെൻറ്റും 50% നമ്മളും കൊടുക്കണമെന്നാണ്. അവർ പണം തരാതിരുന്നിട്ട് 5600 കോടി ഇപ്പോൾ അവർ തരാനുള്ള പെൻഡിങ് ഉണ്ട്. 5600 കോടി കടമെടുത്ത് 5000 കോടി, ഇപ്പോൾ 7000 കോടി നമ്മൾ വാട്ടർ അതോറിറ്റി ബോറോ ചെയ്ത് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തെടുത്തിട്ടാണ് കോൺട്രാക്ടർമാരുടെ പേയ്മെൻറ്റ് കൊടുത്തത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് സ്കീം അനുസരിച്ചിട്ട് നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ അവർ 100 രൂപ തരണം. അങ്ങനെയാണ് എൻ്റെ സ്കീം. കഴിഞ്ഞ 2 വർഷമായിട്ട് പണം തരുന്നില്ല. ഇപ്പോഴും അത് തീരുമാനിച്ചു തന്നിട്ടുണ്ട്. അതിനെന്താ കാരണം പറയുന്നത്? അത് അവരുടെ ശരിക്കും യൂണിയൻ ഗവൺമെൻറ്റും കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലും അവർ ഈ കാര്യത്തിനകത്തൊക്കെ എന്തോ പറയുന്ന കമ്മിറ്റ്മെൻ്റ് ഒന്നും പിന്നെ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കോൺട്രാക്ടർമാർക്ക് ഇത്രയും വലിയൊരു ബാധ്യത വരുന്നതുകൊണ്ട് നമ്മൾ അവരുമായിട്ടൊരു എഴുത്തുകൂത്തുകളും തർക്കമൊക്കെ നടക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. പക്ഷേ പണം കൊടുക്കേണ്ടതുകൊണ്ട് 7000 കോടിയോളമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തു തീർത്തതെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇങ്ങനെ എവിടെയും കൊടുക്കാനില്ല, അങ്ങനെ കൊടുക്കാനില്ല. ഇപ്പം 120 കോടി രൂപ മറ്റോ ഇപ്പം ആസിറ്റീസ് ഈ കഴിഞ്ഞ ഞങ്ങൾ ഒക്കെ രാജിവെക്കുന്ന സമയത്ത് 120 കോടി രൂപ മറ്റോ ആകെ ഈ മെഡിക്കൽ KMSCL കൊടുക്കാനുള്ളൂ. അവിടെ ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എന്തെങ്കിലും തെറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ തെറ്റ് പറഞ്ഞ് നടക്കുന്നതിന് യാതൊരു മര്യാദയില്ലാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് ഏത് സമയത്തും കാണിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവർ അധികാരത്തിൽ വരുത്തി, ഇനിയെങ്കിലും സത്യം പറയണം. പിന്നെ തങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും നുണപ്രചരണം നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ നുണപ്രചരണം ഒന്നും നടത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഇനിയെങ്കിലും സത്യം പറയണമെന്ന് ഞാനോട് 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരൊരു ധവളപത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ UDF സർക്കാർ ഒരു ധവളപത്രത്തിലേക്ക് പോകും എന്ന്? ഈ UDF സർക്കാർ സർക്കാരിന് ധവളപത്രത്തിലേക്കോ അല്ലാതെ പോകാനോ. കാരണം ഇവർ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ നിയമസഭ നടക്കുന്ന സമ്മേളനത്തിൽ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബഡ്ജറ്റ് സെഷനിൽ വരണം, ഈ ബഡ്ജറ്റ് കേൾക്കണം, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാമല്ലോ, എല്ലാ ഡോക്യുമെൻറ്റും അവരുടെ ഉണ്ടല്ലോ. ഇനിയായാലും സർക്കാരിൻ്റെ ഡോക്യുമെൻ്റ് കണക്കുകൾ വെച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ധവളപത്രം എന്നൊരു സാധാരണ തെരഞ്ഞെടുപ്പ് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ്റൊക്കെ വരുമ്പോഴേ ധവളപത്രം, കാരണം എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി തുറന്ന് എന്ത് കാര്യം പറഞ്ഞോട്ടെ, ഏത് കാര്യം പറഞ്ഞാലും ഞങ്ങൾക്ക് ഞാനീ പറഞ്ഞ കേരളത്തിലെ ഗവൺമെൻറ് കടക്കണിയിലായിരുന്നു. അപ്പം കഴിഞ്ഞ 5 വർഷക്കാലം ഈ ശമ്പളം കിട്ടുമോ എന്നുള്ള സംശയം വരെ ഉണ്ടായിരുന്നൊരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശമ്പളം കിട്ടാത്തത്. PSC നിയമനങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും നിർത്തിവെച്ചു. നമ്മൾ മാത്രമാണ് PSC നിയമനം കൊടുക്കുന്ന സ്ഥിതി വന്നത്. ഇതെല്ലാം ഉണ്ടായി. ആ നിയമനം കിട്ടിയവർക്കൊക്കെ ശമ്പളം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയല്ലോ. അതോ അവരുടെ സ്വപ്നമായിരുന്നു ശമ്പളം കിട്ടിയെന്നുള്ളത്? ഞങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്തോ? ആളുകൾക്ക് ശമ്പളം കിട്ടി, ആൾക്ക് മരുന്ന് കിട്ടി, ആൾക്ക് നല്ല റോഡുണ്ടായി, 5 ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിനനുസരിച്ച് വീട് കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അവർ കണ്ടതാണ്. വിഴിഞ്ഞം പോലെ ഒരു ഹ്യൂജ് പ്രൊജക്റ്റ്, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ആകെ ഭാവിയെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വികസനത്തിന് ധാരാളം ജോലിക്ക് അവസരം ഉണ്ടാക്കുന്ന വിഴിഞ്ഞം പദ്ധതി സ്വന്തമായിട്ടാണ് ഫണ്ട് കണ്ടെത്തിയത്. ധനകാര്യ വകുപ്പിന് അതിനകത്ത് പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു പണവും കിട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. 5000 കോടി രൂപ ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഒരു കാര്യമില്ല, ഉപയോഗിച്ചിട്ടല്ലേ. അവിടെ നമുക്ക് ടാക്സ് ഏതെങ്കിലും ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന അടുത്ത 10-20 വർഷം കൊണ്ടായിരിക്കും. കാരണം ധാരാളം വ്യവസായങ്ങൾ വരും, ധാരാളം ആൾക്ക് ജോലി കിട്ടും, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ വരും. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഇക്കണോമിക് ബെനിഫിറ്റാണ്. ഇപ്പം തന്നെ നാഷണൽ ഹൈവേ പണിയുമ്പം നേരിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഭൂമി എടുക്കാൻ 6000 കോടി കൊടുത്തു. ടോൾ മൊത്തം ഇരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, നമുക്കൊരു പണവുമില്ല. പക്ഷേ അതുണ്ടാക്കുന്ന കേരളത്തിലുണ്ടാക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് അങ്ങനെ ഉണ്ടാവും. അത് വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ, വയനാട് പോലെയുള്ള പുനരധിവാസം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ആളുകളോട് പറയുക, ഇവിടെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, അതുകൊണ്ട് കയ്പുനീര് കുടിക്കാനായിട്ട് നിങ്ങളെല്ലാം തയ്യാറാവണം. കാരണം ഈ 5 വർഷക്കാലം ശമ്പളം കിട്ടത്തില്ലെന്നാണ് ആളുകൾ ധരിച്ചത്, മറ്റ് സ്റ്റേറ്റ് പോലെ ആവുമെന്ന് ധരിച്ചു. അതെല്ലാം നടന്നു. അത് കിട്ടിയ ആളുകളുടെ അടുത്ത് പറയാം, നിങ്ങളെ ഇവർ എന്തോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് ശ്രീ AK അല്ല ആര് പറഞ്ഞാലും അതൊന്നും ആൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. 2001 അല്ല 2026 എന്ന് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ റിസർവ് ബാങ്കിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പം അതിൽ സ്റ്റേറ്റ്സ് ഓൺ റവന്യൂ ടു ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം ഒരു സ്റ്റേറ്റ് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കടം വാങ്ങിയാണ് സംസ്ഥാനം, അതാണ് ഈ കണക്ക്. അതനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള 8 സംസ്ഥാനങ്ങൾ, ഗുജറാത്താണ് ഏറ്റവും അധികം സ്വന്തം വരുമാനം കൊണ്ട് അവരുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അവർ 78.5%. പിന്നെ ഉള്ളത് തെലങ്കാന 78%, തമിഴ്നാട് 66%, ഒഡീഷ 62%, ഹരിയാന 69%, മഹാരാഷ്ട്ര 69%,
കേരള 61.7 അതാണ് റിസർവ് ബാങ്കിൻ്റെ കണക്കായിട്ട്. അതായത് നമ്മൾ 100 രൂപ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ 61 രൂപ നമ്മുടെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലോ കഴിഞ്ഞ 5 വർഷത്തിലോ ഉണ്ട് വ്യത്യാസം എന്താണ്? എനിക്ക് മനസ്സിലാവാത്തത് ഇത് ശരിയാണ് എങ്കിൽ, കാരണം ആദ്യത്തെ 8 സംസ്ഥാനങ്ങൾ നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്, ബാക്കി 20 സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ കുറവ് ശതമാനക്കണക്കിന് നികുതി കിട്ടുന്ന സംസ്ഥാനങ്ങളാണ്. ഈ നികുതി വരുമാനം നിങ്ങളതെങ്ങനെ മാനേജ് ചെയ്തു? ഇതാണ് നമ്മുടെ ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഗുജറാത്ത് എടുത്താലും മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന വലിയ തോതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉള്ളതാണ്. ഒഡീഷയാണ് അതിൻ്റെ അകത്ത് ഒരു ഓഡ്മാൻ. ഒഡീഷയ്ക്ക് വലിയ തോതിൽ മൈനിങ് 26,000 കോടി മുതൽ 30,000 കോടി വരെ ഒരു വർഷം ഈ മൈനിങ് ലീസ്. പിന്നെ അതിൻ്റെ അകത്തുള്ളത് ഒരു സ്റ്റേറ്റ് ഹരിയാനയാണ്. ഹരിയാനയ്ക്ക് എനിക്കൊന്ന് ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം ഇൻഡസ്ട്രിയൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളമാണ് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വലിയ മാനുഫാക്ചറിങ് ഇല്ലാത്ത ഒരു സംസ്ഥാനം. സ്വന്തം വരുമാനം കൊണ്ട് ചെലവിൻ്റെ 61% കൊണ്ടു നടക്കുന്ന ഒരു സംസ്ഥാനം. അതെങ്ങനെ സംഭവിക്കുന്നു? പിന്നെ എങ്ങനെയാണ് ഇത്ര ഭയങ്കരമായ നിങ്ങൾ കടം മേടിച്ച് മാത്രമാണ് ജീവിക്കുന്നത് എന്നുള്ള കണക്ക് വരുന്നതിൻ്റെ ലോജിക്കുന്നത്? നിങ്ങൾ നികുതിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്തത്? കേരളം ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വാസ്തവത്തിൽ നികുതിയുടെ കാര്യത്തിൽ നമ്മളുണ്ടാക്കിയ ഇമ്പ്രൂവ്മെൻ്റാണ്. 5 വർഷം മുമ്പ് GST വന്നത് കുറച്ച് വർഷമായല്ലോ. GST വരുന്നതിന് മുമ്പ് നമ്മൾ സെയിൽ ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ നല്ല ഗ്രോത്തുള്ള സ്റ്റേറ്റുകളിലൊന്നായിരുന്നു. GST വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ റേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 14% വരെ ഇന്ത്യയിൽ ശരാശരി ഒരു സ്റ്റേറ്റിന് 100 രൂപയ്ക്ക് 14 രൂപ എന്ന് പറയുന്നതായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ പോയി. ഈ മോഡി ഗവൺമെൻറ് BJP ഗവൺമെൻറ് 2 പ്രാവശ്യം ടാക്സിൻ്റെ പരിഷ്കാരങ്ങൾ വരുത്തി കച്ചവടക്കാർക്ക് സഹായകരം, വലിയ കമ്പനികൾക്ക്, കച്ചവടക്കാർക്കല്ല മാനുഫാക്ചറേഴ്സ് സഹായകരമായിട്ടുള്ള കുറേ നയങ്ങളെടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ടാക്സ് കുറച്ച് കൊടുത്താൽ ടാക്സിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, പക്ഷേ കസ്റ്റമർക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ സ്റ്റഡി നടത്തിയപ്പം പല മേഖലയിലും ഞങ്ങൾ സ്റ്റഡി നടത്തി, കേരളത്തിലെ GST ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ. അപ്പോൾ അത് കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ഇതെല്ലാം അവരുടെ ലാഭത്തേക്ക് കൊടുത്തേ ഉള്ളൂ. എന്തായാലും ഫലത്തിലിപ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞു. ഇപ്പോൾ നല്ല കുറവാണ്. കഴിഞ്ഞ മാർച്ചിലും ഫെബ്രുവരിയിലൊക്കെ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നായിരുന്നു സംസ്ഥാനങ്ങൾക്ക്. അങ്ങനെ നിൽക്കുമ്പോഴും കേരളമാണ് അതിൽ ബെറ്റർ. ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ ടാക്സിന് വരുമാനം വന്നപ്പോൾ ഇന്ത്യയിലെ ഇയർ ടു ഇയർ, കഴിഞ്ഞ വർഷം ഏപ്രിൽ ടു ഈ വർഷത്തെ, കഴിഞ്ഞ വർഷം ഏപ്രിൽ ഈ വർഷം ഏപ്രിൽ നോക്കുമ്പോൾ എനിക്കൊന്ന് 13% മറ്റോ നമുക്ക് ഗ്രോത്ത് ഉണ്ട്. ഒത്തിരി ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്കില്ല, കാരണം നമ്മൾ ഒത്തിരി വലിയൊരു മാർക്കറ്റൊന്നും അല്ല. എങ്കിലും കേരളത്തിൻ്റെ ടാക്സിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു വർഷക്കാലത്തോളം കോവിഡായിരുന്നു. അപ്പോൾ എക്കണോമി ആകെ തകർന്ന് കിടക്കുകയാണ്. ആ സമയത്ത് 47,000 കോടിയായിരുന്നു നമ്മുടെ ഓൺ ടാക്സ് റവന്യൂ. ടാക്സ് നികുതി ഇതര വരുമാനം ഉണ്ടല്ലോ, ഇപ്പോൾ മറ്റു ചില ഫീസുകളൊക്കെ, അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 54,000 കോടിയായിരുന്നു നമ്മുടെ വരുമാനം. അതിപ്പോൾ 1,00,000 കോടിയിലധികമായി ഇപ്പോൾ. അത് സാധാരണ ആ വർധനവ് നമുക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്. നമുക്ക് അവിടെ 50,000 കോടിയോളം രൂപയുടെ വ്യത്യാസമാണ് ടാക്സിൽ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള വെട്ടിക്കുറവ്. ഒരു വർഷം ഏകദേശം 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ശരാശരി കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ കാരണം വന്നത്. അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ ഗ്രോത്ത് കാരണമാണ്. ഈ ടാക്സ് വരുമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ ആ കണക്കിനൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൻ്റെ ആകെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ കണക്കുണ്ട്. അതിനകത്ത് റിസർവ് ബാങ്കിൻ്റെ തന്നെ കണക്കാണ്. 75% സ്റ്റേറ്റിൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് എക്സ്പെൻഡിച്ചറിൻ്റെ. ഞാൻ പറഞ്ഞു അത് 61 വേറെ ഒന്നാണ്. ഇതും പിന്നെ നിങ്ങൾ കടമെടുക്കുന്നതോട് അതെ, കടമെടുക്കുന്ന ഉൾപ്പെടെ ഞങ്ങൾ ചിലവാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് 25-26% ഉള്ളൂ. ഇത് ബീഹാറിന് 73%. ഇന്ത്യയിലെ ശരാശരി ഒരു സ്റ്റേറ്റിൻ്റെ വരുമാനം അവർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 53% സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് 26%. കേരളത്തിന് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനൊക്കെ ഉണ്ട്. ഞാനിപ്പം കേരളത്തിൽ അപ്പം നമ്മൾ ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം ആ മേഖലയിലുണ്ട്. എന്നിട്ടും നമ്മളിത് മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ കുറച്ച് പ്രാപ്തമായതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വർഷം നമുക്ക് 50,000 കോടി കുറയുക എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് 2,00,000 കോടി കുറയുക എന്നാണ്. എത്രയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പം ശ്രീ സതീശൻ പറഞ്ഞത് ഇങ്ങനെ തേൻ കളക്ട് ചെയ്യുന്നത് പോലെ എടുക്കാം. അതിനുള്ള സ്കോപ്പ് ഇനി ഉണ്ടോ? നികുതി വർദ്ധിപ്പിക്കാനുള്ള സ്കോപ്പ്, അതായത് മനുഷ്യരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാതെ നികുതി പിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള സ്കോപ്പ് ഇനിയും ഞാൻ ആ കാലത്തിനകത്ത് ഓപ്പണാണ്. സ്കോപ്പില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അത് ചെയ്ത്
കൂടുതൽ കളക്ഷൻ കൊണ്ടുവരട്ടെ. ഞാൻ എപ്പോഴും ഓപ്പണായിട്ട് സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നികുതി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പൊതുവരുമാനം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള അർഹമായ വിഹിതം, ഇതിനകത്തൊന്നും നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഈ സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തട്ടെ. നല്ല ആശയങ്ങളുണ്ടെങ്കിൽ ആശയങ്ങൾ നടപ്പിലാക്കാം. ഞങ്ങൾക്കുള്ള ആശയങ്ങൾ ഞങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇന്ന പുതിയ മേഖലയുണ്ട്. ഇപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാവും. പക്ഷേ അതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. അതെല്ലാം ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ശ്രീ എ കെ ആന്റണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? കയ്പുനീര് കുടിച്ചോണം, ഞാനിതൊന്നും ഇതൊന്നും അറിയില്ല. നിങ്ങൾ ശ്രീ സതീശനെ നിങ്ങളാരും കല്ലെറിയരുത്, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. കാരണം ഇതൊക്കെ നശിച്ചു ഈ കേരളം. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത നേതാവും കൂടി പറയുക. ഇത് നശിച്ചു കേരളത്തിൽ മിസ്മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അർഹമായത് കിട്ടുമോ? സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുന്നത് നമ്മളെന്താ, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുമ്പം ഇവിടെ തന്നെ ഇദ്ദേഹം പറയാം കേരളത്തിലെല്ലാം മിസ്മാനേജ് ചെയ്തിട്ടാണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനേജ് ചെയ്ത് നന്നാക്കുന്നല്ലേ പറയൂ. അപ്പോ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ വളരെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഈ ആളുകൾ കാണിക്കുന്നത്. അത് കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഈ പ്രസ്താവന കണ്ടിട്ടുണ്ടാവും 99%. കാരണം അവർ ഇത്തരം പ്രസ്താവനകൾ എടുത്ത് വെച്ച് തിരിച്ചടിക്കാൻ പാർലമെന്റിൽ പറയാറുണ്ട്. അവര് ഇവിടുന്ന് ഇവര് നമ്മുടെ കൊല്ലത്തെ എം പിയും മറ്റുമൊക്കെ നേരത്തെ പാർലമെന്റിൽ പോയി ചോദിക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ തെറ്റായിട്ട് പൈസ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടോ, നെല്ലിന്റെ പൈസ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ എത്ര കാര്യം കേരളത്തിന്റെ എതിരായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. അവരത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കേരളം ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ അവിടുത്തെ എം പിമാർ തന്നെ പറയുന്നത് നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ആന്റണി പ്രസ്താവന ഭാര്യയായിട്ട് വരുമെന്നാണ് ആന്റണി ഇപ്പൊ പറഞ്ഞ പ്രസ്താവനയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോട്ടെ, ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന സമയം ആവുമ്പോഴും അതിനു മുമ്പും എല്ലാം അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇത് മൊത്തം കുഴപ്പമായി മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ പണം തരണ്ടല്ലോ, നിങ്ങളത് മാനേജ് ചെയ്ത് ശരിയാക്കിയാൽ പോരെ. അപ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി സത്യസന്ധമായ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക എന്നുള്ളതാണ് പൊതുവിൽ. പിന്നെ ഒരു വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് അഭിഭാഷകൻ എന്ന നിലയിൽ ഇത് കോൺഗ്രസ് ഗവൺമെന്റിന് ഉണ്ടായേക്കാവുന്ന മറ്റ് കർണാടകത്തിനും തെലങ്കാനയ്ക്കും ഒക്കെ ഉണ്ടായ ഹിമാചലിനും ഉണ്ടായ അപകടം കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനായിട്ട് ശ്രീ എ കെ ആന്റണി രംഗത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ആന്റണി ഒരു അഭിഭാഷകനാണ്. അത് റിട്ടയർ ചെയ്തെങ്കിൽ രാഷ്ട്രീയ അഭിഭാഷകനാണ്. അത് ശരിക്കും പ്രൊഫഷണലി പുള്ളി വക്കീലായിട്ടാണ് അത്. ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പണം ഞാൻ UDFിൻ്റെ ആർഗ്യുമെൻറ്റാണ്. ക്ഷേമനിധി ബോർഡ്, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ്, അതിലൊക്കെ പണം വലിയ തോതിൽ മനുഷ്യർക്ക് കിട്ടാണ്ടിരിക്കുന്നു എന്നൊരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു? അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ക്ഷേമനിധി ബോർഡുകളുടെ കാര്യത്തിൽ ഒരു ക്ഷേമനിധി ബോർഡിന് കുറച്ച് പേയ്മെൻറ്റ് തടസ്സം വന്നിട്ടുണ്ട്. ഇതിൻ്റെ രഹസ്യമല്ല. അത് ഒരു കാര്യം ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് മാത്രമല്ല, ഞങ്ങൾ LDFും ഉള്ള കാര്യം പറയുന്നതാണ്, അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നേരത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പണം കളക്ട് ചെയ്യുന്നത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കളക്ട് ചെയ്യുന്നതല്ല, കുറച്ചുകൂടി നല്ലത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കളക്ട് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള തരത്തിലേക്ക് അവരെ ചുമതല ഏൽപ്പിച്ചെങ്കിലും റെക്കോർഡിൽ ഏൽപ്പിച്ചെങ്കിലും ഇത് പ്രാക്ടിക്കലി ഇത് കളക്ട് ചെയ്യാതെ കുറേ സമയം പോയി. അതുകൊണ്ട് വലിയൊരു ഡ്യൂസ് വന്നു, കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പം ഇവർക്ക് പെൻഷൻ കിട്ടാൻ കുറച്ച് താമസം എടുത്തു. പക്ഷേ ഇപ്പം ആ പെൻഷൻ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ പലതവണ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിരുന്നു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, തൊഴിൽ വകുപ്പൊക്കെ ആയിട്ട് അത് കൊടുക്കുന്ന കാര്യത്തിൽ ധാരണയായി. അപ്പോൾ പണത്തിന് കുറച്ച് ഷോർട്ടേജ് വന്നല്ലോ. ഇപ്പോൾ വരുന്ന കളക്ഷൻ വരുന്നത് മുൻകുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല, മാസം തോറും ഉള്ളത് കൊടുക്കാനേ ഇപ്പോൾ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇപ്പം 5 മാസത്തെ 7 മാസത്തെ മുൻകുടിശ്ശിക തന്നെ കൊടുത്ത് തീർത്തു. ഓക്കെ, അതിന് വലിയൊരു തുക അവർ ക്ഷേമനിധി ബോർഡ് തന്നെ സർക്കാർ ഗ്യാരണ്ടിയിലൊക്കെ എടുത്തിട്ട് അവർക്ക് വരുമാനം വരുമ്പോൾ കൊടുക്കാമല്ലോ, അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. ആകെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. കളക്ഷൻ ഇപ്പോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് ഈ ആൾക്ക് 5 മാസത്തെ പെൻഷൻ ഒരുമിച്ച് തന്നു തൊട്ട് മുമ്പ്. അപ്പോൾ അതിനു മുമ്പ് 2 മാസത്തെ തന്നു. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇപ്പം നിങ്ങളും 3000 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സർക്കാരും ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാരണ്ടികൾ കൊടുത്താൽ ശരിക്കും അപ്പം നിങ്ങൾ 3000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ 5 ഗ്യാരണ്ടികൾ കൊടുത്താൽ ഇപ്പോൾ ശ്രീ ആന്റണി പറഞ്ഞതുപോലെ ശരിക്കും ഈ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? കർണാടകത്തിലും തെലങ്കാനയിലും ഉള്ളതുപോലെ പ്രശ്നത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ പ്രശ്നത്തിലേക്ക് പോകുന്ന ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ കൊടുക്കാവുന്ന നല്ല ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കാൻ പറ്റുമായിരിക്കും. അതിനകത്ത് ഒന്നാമത്തെ കാര്യം
ശ്രീ വി ഡി സതീശന് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം 3-ാം വർഷം സർക്കാർ വീണുപോകുമെന്നാണ് ഇവർ പലരും ധരിച്ചത്. ട്രഷറി പൂട്ടും. കാരണം അത്ര ഞാൻ കണ്ടിട്ടുണ്ട് അഡ്വൈസർമാർ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2023 അവസാനം 2021 കഴിഞ്ഞാൽ 22, 23 കഴിഞ്ഞാൽ പൂട്ടുമെന്നുള്ള സ്ഥിതിയായിരുന്നു. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആദ്യത്തെ വർഷം 19,000 കോടി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ വർഷം 13,000 കോടി ഉണ്ടായിരുന്നു, മൂന്നാമത്തെ വർഷം 4,000 കോടിയുള്ളൂ. അത് തീർന്നു. കോമ്പൻസേഷൻ തന്നുകൊണ്ടിരുന്നത് 2022 തീർന്നു. അപ്പോൾ ഒറ്റയടിക്ക് 12,000, 30,000 കോടി രൂപ ഒരു വർഷം ഒറ്റ വർഷം കുറവ് വന്നു. അതിൻ്റെ കൂടെ മറ്റ് സാമ്പത്തിക ഈ ശമ്പളം 30,000 കോടിയിലധികം ശമ്പള പെൻഷനും കുടിശ്ശിക എല്ലാം കൂടെ 30,000 ഒരു വർഷം കൊടുക്കേണ്ടി വന്നു. അപ്പം വരുമാനത്തിനകത്ത് 30,000 കോടി കുറയുകയും ചെയ്തു. എക്സ്പെൻഡിച്ചർ 60,000 കോടിയുടെ ഗ്യാപ്പാണ് വന്നത്. ഇതുകൂടാതെ ബോറോയിങ് അവർ വെട്ടിക്കുറച്ചു. ഒരു വർഷം 4,730 കോടി രൂപ വെച്ചാണ് കിഫ്ബിയുടെ മാത്രം. 4,730 കോടി രൂപയാണ് ഒരു വർഷം കട്ട് ചെയ്തത്. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ അത്രയും ബുദ്ധിമുട്ടി കേന്ദ്ര ഗവൺമെൻറ് പുറകെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ നീട്ടിത്താ. കാരണം ഞങ്ങളുടെ ശമ്പളം നിന്ന് പോകും. ഞങ്ങളുടെ അപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരും ആദ്യഘട്ടത്തിൽ ഞാൻ മന്ത്രിയാകുമ്പോൾ എൻ്റെ അടുത്തും അത് എന്നെക്കാളും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും വന്ന് ചോദിക്കുന്നു ശമ്പളം ഇപ്പോൾ നിന്ന് പോകുന്ന സ്ഥിതിയാണ്. അവർക്കറിയാലോ കണക്ക്. അവിടെ നിന്നിട്ടാണ് ഇതൊന്നും പുറത്ത് ഇത്രയും അറിയിക്കാതെ ഇതിനടുത്ത് മറികടന്നുകൊണ്ട് ഞങ്ങൾ വന്നത്. ഈ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ മറികടക്കാൻ ഇത്രയും കാര്യം ചെയ്തത്. അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒന്നുകൂടെ ഫിനാൻഷ്യലി ബെറ്ററായി. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ ആ അവാർഡ് തന്നെ 10,000 കോടിയാണ്. പിന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇൻക്രീസ് ഉണ്ട്. 10-15,000 കോടി ഒരു വർഷം വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കണക്ക് നോക്കിയാൽ അറിയാം. സാമ്പത്തിക കണക്കുകൾ നോക്കിയാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലം 70,000 കോടിക്ക് അടുത്താണ് ഒരു വർഷം ശരാശരി ചിലവാക്കിയത്. ഒന്നാം പിണറായി സർക്കാർ ശരാശരി 1,15,000 കോടിയാണ് ഒരു വർഷം ചിലവാക്കിയത്. ഞങ്ങളത് 1,75,000 കോടിയോളമായി ശരാശരി 5 വർഷം വരുമ്പം. ആദ്യത്തെ 3 വർഷം 1,63,000, 1,60,000 അങ്ങനെ ആയിരുന്നു. 1,73,000 ആയി. പിന്നെ 2,00,000 കോടിയിലേക്ക് അങ്ങനെ വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പണച്ചെലവ് കുറച്ചിട്ടില്ല. എന്നാൽ ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായി. പക്ഷേ ഇത് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെന്ന നിലയിൽ, അതിനകത്ത് UDFൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അന്ന് ശ്രീ വി ഡി സതീശൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ഉദ്യോഗസ്ഥന്മാരും സുഹൃത്തുക്കളും IAS ഓഫീസർമാരെല്ലാം എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. ഇത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റും. കാരണം ഈ ഗവൺമെൻറ്റിനെ ഭരണപരാജയം പറഞ്ഞല്ലല്ലോ അവർ താഴെ ഇറക്കാൻ ശ്രമിച്ചത്. ഏതെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തില്ല എന്ന് ഇങ്ങനെയൊക്കെ പൂച്ച പെറ്റ് കിടക്കുന്നൊക്കെ അങ്ങനെ പറയുന്നല്ലാതെ ഏതെങ്കിലും മേഖലയിൽ ഒരു സമരം നടന്നിട്ടോ അല്ലെങ്കിൽ ശമ്പളം കിട്ടിയില്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ശമ്പള പരിഷ്കരണം വന്നപ്പോൾ അത് DA മൊത്തം കൊടുത്തു തീർക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ അവർ മറ്റു പല കാര്യങ്ങളാണ്, ഇല്ലാത്ത പല രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടതുപോലെ 40 കാർ ഉപയോഗിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് പകരം ഇനി പൈലറ്റും എസ്കോർട്ടും മാത്രമേ ഉപയോഗിക്കൂ എന്നൊരു വാർത്ത കണ്ടു. 40 കാർ എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും മനോരമ പത്രം തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രമുണ്ട്. സാധാരണഗതി 6 മുതൽ 8 കാർ വരെ, 6 മുതൽ 8 കാറല്ല വാഹനം ഉപയോഗിക്കുന്നു. 6 മുതൽ 8 വാഹനം വരെ ഉപയോഗിച്ചു. അപ്പം 40 കാർ എന്നുള്ളത് 4 കാറായി ചുരുങ്ങി. 32 കാർ പോയി. അപ്പം ഇതാണ് പ്രചരണം. ഈ തരത്തിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ പോലീസിന്റെ കാർ എടുത്ത് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്നത് പോലീസുകാർ എടുത്തോണ്ട് പോയി. ഇന്ന് കാലം മാറിയപ്പോൾ എന്താ പോലീസ് വിഡ്രോ ചെയ്തു. സെക്യൂരിറ്റി വാഹനങ്ങൾ 3 വാഹനങ്ങൾ ഒരേ കളറായിരിക്കും. അത് ഇതൊക്കെ ഈ പിന്നെ സെക്യൂരിറ്റിയുടെ കാറ്റഗറിയിലുള്ള ഓരോ കാറ്റഗറിയിലുള്ളവരുടെയാണ്. ഇപ്പം പുതിയ മുഖ്യമന്ത്രി ഇപ്പോൾ 2 കാർ മതി, 2 പൈലറ്റ് എസ്കോർട്ട് മതി, ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പൈലറ്റ് എസ്കോർട്ടിനും കൂടാതെ 1-2 വാഹനം കൂടെ പ്രധാനമായിട്ടും ഇതിനൊപ്പം സഞ്ചരിക്കുന്ന 2 വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആ പ്രചരണം ജനങ്ങൾ വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ വിചാരിക്കുന്ന ആളുമല്ല. ഞങ്ങൾക്ക് പോരായ്മകളൊന്നും ഉണ്ടാവാത്ത ആളുകളാണെന്ന് വിചാരിക്കുന്നവരല്ല. ഞങ്ങൾക്ക് പോരായ്മകളുണ്ടാവും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനകത്ത് ഇന്നത് കൊടുത്തില്ല, ഇന്നത് ചെയ്തില്ല എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, പിന്നെ മറ്റ് ഇല്ലാത്ത പല കാര്യങ്ങൾ ഒക്കെ പ്രചരിപ്പിച്ചിട്ട് വലിയ തോതിൽ എതിരായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ ജനങ്ങളിനിയും മനസ്സിലാക്കും ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വരുന്ന ദിവസങ്ങളിലെ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ ആളുകൾ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ശ്രീ ബാലഗോപാൽ അസംബ്ലിയിലുണ്ട്, പൂച്ച പെറ്റ് കിടക്കുന്നു, കയ്പുനീര് കുടിക്കണം, ഇത്തരം വർത്തമാനങ്ങൾ കൊണ്ടല്ല പുതിയ സർക്കാർ കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 സർക്കാരുകളെ പുതിയ സർക്കാർ ഓഡിറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയണം. അതിൽ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കണക്കുകൾ മലയാളി കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ശ്രീ ബാലഗോപാൽ അദ്ദേഹം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സാധാരണഗതിയിൽ കണക്കുകൾ വെച്ച് പറയുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് പൊതുയോഗത്തിൽ പറയുന്നത് പോലെ പൂച്ച വെറ്റ് കിടക്കുന്ന കഥ ഇനി അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിച്ചു പോകണം. കണക്കുകൾ
നമ്മുടെ നാട്ടിൽ ഇനിയും ആളുകൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. താങ്ക്സ് അലോട്ട്.